ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ എല്ലാ നടപടികളും ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം കെ രാജു. ബോർഡിന്റെ സംവിധാനത്തിൽ കാലോചിതമായ മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവീകരിച്ച സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം കെ രാജു പറഞ്ഞു. ബോർഡിന്റെ സംവിധാനത്തിൽ കാലോചിതമായ മാറ്റം വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവീകരിച്ച സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, അതുപോലെ പത്തനംതിട്ട, ഇടുക്കി ഇത്രയും ജില്ലകളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളും ആ ഭരണാധികാരവും ഉള്ളത്. എന്നാൽ എറണാകുളം കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്. പ്രധാനപ്പെട്ട തൃശ്ശൂരിലെ പൂരം നടക്കുന്ന ക്ഷേത്രം അടക്കമുള്ള അല്ലെങ്കിൽ വടക്കനാഥ ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളെല്ലാം ആ ദേവസ്വത്തിന്റെ കീഴിലാണ്. അത് പ്രത്യേകമാണ്. ഗുരുവായൂർ ദേവസ്വമുണ്ട്. ഏറ്റവും അധികം വരുമാനമുള്ള കേരളത്തിലെ ദിവസവും 150, 180, 200 ഒക്കെ കല്യാണങ്ങൾ തന്നെ നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെയും ശബരിമലയെ പോലെ തന്നെ ശബരിമല സീസണാണെങ്കിൽ ഗുരുവായൂർ എപ്പോഴും എന്നും ആ ക്ഷേത്രം അടക്കം ഉള്ള കൈകാര്യം ചെയ്യുന്നതിന് ഗുരുവായൂർ ദേവസ്വമുണ്ട്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ.പി. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കേരള ശശികുമാർ, വൈസ് പ്രസിഡന്റ് എസ്. രാധാകൃഷ്ണപിള്ള, സബ് ഗ്രൂപ്പ് ഓഫീസർ എസ്. കൃഷ്ണപ്രസാദ്, വി. ഉണ്ണിത്താൻ, എസ്. ഷിബി, ഡോക്ടർ പി.ആർ. ബിജു, എ. ശിവശങ്കരൻ, സുരേന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. സംവിധായകൻ കെ.എം. ഹരിനാരായണൻ, നടൻ ഗൗതം ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി. സ്റ്റേജ് നിർമ്മിച്ചു നൽകിയ മനക്കര പുത്തൻവിളയിൽ കെ. സുഗതനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.